കണ്ണൂരിൽ ഇത്രയും ഹൈപ്പുള്ളൊരു കാര്യം വന്നിട്ട് പോയി കണ്ടിട്ടില്ലെങ്കിൽ അതെന്തോ പോലെയല്ലേ. ഫർഫാന പറഞ്ഞു ഇത്താത്ത എനിക്കത് പോയിട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം ഓളിപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈം ഇങ്ങനെയുള്ളത് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നത് നല്ലതല്ല. അപ്പം ഞാൻ പറഞ്ഞു പോവാം, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോവാന്ന് പറഞ്ഞു. ഇപ്പോൾ കോളേജെല്ലാം വിട്ട് വന്ന് മോനെയും കാത്തു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ അറിയുന്ന ക്യൂ നിൽക്കണം. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ക്യൂ ആയി. ഒരു നടന്ന് തിരിഞ്ഞു വന്ന് ആ ഒരു ഹാൾ പോലത്തെ സ്ഥലത്ത് ഇരുന്ന് ഒരു ടിക്കറ്റ് തന്നിട്ടൊക്കെയാണ് കയറ്റുന്നത്. ഫസ്റ്റിന് ഒരു ഇരുട് റൂമിൽ കയറി, പിന്നെ നമ്മളൊരു മുഴുവനായിട്ടൊരു കുട്ടി ഉണ്ടാകുന്ന എങ്ങനെ അങ്ങനെ, പിന്നെ ജനനം മുതൽ തുടങ്ങുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ മനുഷ്യർക്ക് ഉണ്ടാകുന്ന നന്മകളും തിന്മകളും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോനിക്ക് ഇത് വെച്ച് കാണിച്ചപ്പോൾ അവനിക്ക് നല്ലോണം ഇഷ്ടമായി. അതിലെന്താ കാണിച്ചു വെച്ചാൽ അവൻ പറഞ്ഞ് സ്പേസിനെ കുറിച്ചിട്ടുള്ളതൊക്കെയാണെന്നാ പറഞ്ഞത്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം പിന്നെ ഇതൊരു മിനിയേച്ചർ, ഭൂമിന്റെ മിനിയേച്ചർ, നമ്മൾ ചെറുത്തിൽ മുതൽ ഇട്ട് തുടങ്ങുന്ന ആ ഒരു ഡ്രസ്സും മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ആ ഒരു വെള്ളത്തുണിയാന്നുള്ളതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണത്തെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയാത്ത കേൾക്കാത്ത ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും പെട്ടെന്ന് ഇത് എഫക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഖബർസ്ഥാനിയും മയ്യത്ത് ഖബറിൽ എങ്ങനെയാണ് കിടക്കുന്നുള്ളതും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ ഒരു കാര്യമാണ്. ഇതെല്ലാവരും എന്താ പറയുക, ഒരു വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ആ വീട് എത്ര നല്ല വീടാണെങ്കിലും ആ ഒരു തലതിരിഞ്ഞ ആ ഒരു ഇതില്ലാണ്ടാവുക. എന്നാൽ നമ്മളൊരു എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിച്ചിട്ട് ഒരേ ഐക്യത്തോടെ നിൽക്കുന്ന ആ ഒരു വീട്ടിനെന്നും ഉള്ളും പുറവും ഒരേപോലെ ഭംഗിയുള്ളതായിരിക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ അയൽവാസികളായിട്ടൊരു പാലത്തിൻ്റെ ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, പഴയതുപോലെ ഒരു ബന്ധങ്ങളും ഇല്ലല്ലോ. അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ്. ഇതൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ്, കാരണം കുട്ടികൾക്കും അത് മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ. ഇതിപ്പോൾ എലിശ ലോണ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും, മനുഷ്യന് ഇറങ്ങി ജീവിക്കുന്ന ആ ഒരു രീതിയിലാണ് കൺസെപ്റ്റാണ് എനിക്ക് തോന്നിയത്. ഓരോ റൂമിലേക്ക് കയറുമ്പോൾ അവർ ഗൈഡൻസും അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നല്ല ആളായിരുന്നു, റഷും ഉണ്ട്. ഒന്നും എന്താ പറയുക, കുറച്ച് അടുത്ത് പോയിട്ട് നിന്നിട്ട് കുറേ കാര്യങ്ങൾ കേട്ടവർ മൈക്കിലാണ് കേട്ടോ പറയുന്നത്. കൈ കൊണ്ട് എഴുതിയ ഖുർആൻ, ഇത് ലൈറ്റ് കൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് കാണുന്നില്ല. പിന്നെ പള്ളി, എന്തായാലും ഇതിനെക്കുറിച്ച് തീരെ അറിയാത്ത വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളവർ എന്തായാലും പോവാ. ഇത് ഞായറാഴ്ച വരെ ഉള്ളൂ കേട്ടോ. ഞായറാഴ്ചയാണ് ലാസ്റ്റായിട്ട് വരുന്നത്, 9-ാം തീയതിയാണ്. അതുപോലെ തന്നെ രാത്രി 9 മണി വരെ ഉണ്ട്. ഇത് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ആണെന്ന് തോന്നുന്നു. രാത്രി 9 മണി വരെയാണ് എന്തായാലും ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിന്, പക്ഷെ ആ ഒരു വളഞ്ഞ് തിരിഞ്ഞ് ക്യൂ എല്ലാം നിന്നിട്ട് അകത്ത് കയറുമ്പോൾ ഏകദേശം 6:30 മണി 6:45 ആയിന്. ഈ ഖബർ ഞാൻ പറഞ്ഞല്ലോ, ഇത് ദുൽഖറിനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇങ്ങനെ ഖബറിൽ ഉണ്ടാവാന്നുള്ളത്. നമ്മളിത് ആ പുറത്തെത്തിയപ്പോഴും പിന്നെയും അകത്ത് കയറാനുള്ള ആൾ ഇഷ്ടം പോലെ ഉണ്ടായിന്. പോകാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ പോയിക്കോ.